മിക്കവാറും ആ അലവലാതെ കുറുക്കന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും. ഛേ, നാടൻ കോഴികളെ ശാപ്പിടാൻ പോയിട്ട് കിട്ടിയത് നാടൻ തല്ലായി പോയല്ലോ. എന്തായാലും ആകെ നാറി. ഇവൻ തിരിച്ചു വന്നോ? ഡേയ്, നീ എപ്പോഴാ വന്നത്? അതൊക്കെ വന്നടേ. നിന്റെ ഓരോരോ ആഗ്രഹങ്ങൾ. കാട്ടിൽ ഇഷ്ടം പോലെ കോഴികളുണ്ടായിട്ടും നാട്ടുകോഴി കഴിക്കാൻ ഗ്രാമത്തിലേക്ക് പോയതല്ലേ? ആട്ടെ, പോയിട്ട് വല്ലതും കിട്ടിയോ? ഓ, കിട്ടി. നീ കൊള്ളാലോ. എത്ര നാടൻ കോഴികൾ കിട്ടി? നാടൻ കോഴികളെയല്ല, നാടൻ തല്ലാണ് കിട്ടിയത്. എന്റെ മോ, വെറുതെ അല്ല, നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി വവ്വാല് കരണ്ട മാങ്ങ പോലെയുണ്ട്. എന്തായാലും ഇവനെ അയച്ചത് വെറുതെ ആയില്ല. എന്തോന്നടേ നീ ചിന്തിക്കുന്നത്? അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പദ്ധതി പാളിപ്പോയ സ്ഥിതിക്ക് മറ്റൊരു പ്ലാൻ ഇട്ടാലോ? എന്താ? അയ്യോ, നിന്റെ ഒരു പ്ലാനിന്റെ ഫലമാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി എനിക്കല്പം വിശ്രമിക്കണം. എന്നിട്ട് കാട്ടുകോഴികളാണെങ്കിൽ കാട്ടുകോഴികൾ വയറ് നിറയെ ശാപ്പിടണം. അത് രണ്ടും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ത്? അതെ, നീ താമസിക്കുന്ന ഗുഹയിൽ ഒരു വരത്തൻ വന്ന് താമസം ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, 2 ദിവസം കൊണ്ട് കാട്ടിലെ മുഴുവൻ കോഴികളെയും അവൻ അകത്താക്കുകയും ചെയ്തു. എന്റെ ഗുഹയിൽ എന്നോട് ചോദിക്കാതെ താമസിക്കാനോ? ഇതെന്താ വെള്ളരിക്ക പട്ടണത്തിലെ കാടോ? ഏതവനാ അത്? അടിച്ചവനെ ശരിപ്പെടുത്തും ഞാൻ. എന്നാ വേഗം വിട്ടോ. അലവലാതി, ഏതവനാടാ നീ? എന്റെ സമ്മതമില്ലാതെ ഇതിനകത്തേക്ക് വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇറങ്ങി വാടാ തൊരപ്പാ. ആരാത്? എന്റെ അമ്മോ, സിംഹം! അയ്യോ! എന്തു പറ്റി രമണ? അത് സിംഹമാണ് എന്റെ ഗുഹയിലേക്ക് വന്നത്. ഭാഗ്യം കൊണ്ടാടാ ഞാൻ രക്ഷപ്പെട്ടത്. സിംഹത്തിന്റെ ഷേപ്പ് മാറ്റിയിട്ടുള്ള വരവാണോ? കുറച്ച് സമയം കൂടെ ഞാൻ അവിടെ നിന്നിരുന്നേൽ എന്റെ ഷേപ്പ് മാറിയനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. എന്തോന്ന്? നിനക്ക് നല്ല ഒന്നാം തരം ശനിദശ തുടങ്ങിയെന്ന്. നാട്ടുകോഴിക്ക് പകരം തല്ലും കിട്ടി. തിരിച്ച് കാട്ടിൽ വന്നപ്പോ ഉള്ള കിടപ്പാടവും പോയി. നല്ല ബെസ്റ്റ് ടൈം. അതെ അതെ, ഇതിലും ബെസ്റ്റ് ടൈം സ്വപ്നങ്ങളിൽ മാത്രം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. അതെവിടുന്ന ഒരു കഴുതരാഗം? അത് കൊസറക്കൊള്ളി കുറുക്കന്റെ ശബ്ദമാണല്ലോ.